ഭൂതങ്ങൾ ആരെയും ഉപദ്രവിക്കാറില്ല. പക്ഷേങ്കില് ഭൂതത്തിന് സങ്കടം. നാട്ടിലെ മനുഷ്യർ ഉണ്ണികളോട് എന്നെ പറ്റി പറയുന്ന കഥകൾ കേൾക്കുമ്പോൾ ഉണ്ണികളെ ഭൂതത്തിന് വലിയ ഇഷ്ട. അമ്മയോടും കുഞ്ഞുങ്ങളെ ഓമനിക്കാനും ചേർത്ത് പിടിക്കാനും ഭൂതത്തിന് കൊതിയാ. കുഞ്ഞേ, നിനക്കിവിടെ ഇഷ്ടമായോ? ഇവിടെ മഴയുണ്ട്, മലയുണ്ട്, പുഴയുണ്ട്, പൂക്കളുണ്ട്, പുഞ്ചിരിയുണ്ട്, ഞാനുണ്ട്, നീയുണ്ട്. ഇവിടെ ഇഷ്ടമായോ കുഞ്ഞേ? ഒരു ദൈവത്താനുണ്ടേ, തെക്കുതെക്കേ തെക്കേലൊരു ചെമ്മന്താനുണ്ടേ. തിന്താരേ തിന്താതക തിന്തൈത്താരാ, തിന്താരേ തിന്താതക തിന്തൈത്താരാ. എനിക്കിവിടെ ഒത്തിരി ഇഷ്ടായി. അല്ല, ഞാനിങ്ങനെ ഭൂതത്തിനരികിലെത്തിയേ. ആ കഥ ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ? നീ കേള് എന്റെ കഥയിലൂടെ. പണ്ട് എല്ലാ വർഷവും മഴക്കൊയ്ത്ത് കഴിഞ്ഞ് വീട്ടിൽ എല്ലാവരെയും കാണാൻ ഞാൻ പോകുമായിരുന്നു. പാട്ടും കൊത്തും ആട്ടവുമായി എല്ലാവരും എന്നെ എതിരേൽക്കുമായിരുന്നു. ചിലമ്പിന്റെ കലമ്പൂകൾ കേട്ടില്ലേ, മഴയായും തീയായും മാറുന്നത് കണ്ടില്ലേ, ചുഴലിയായി മൂളുന്നത് കേട്ടില്ലേ, മലയായും പുലിയായും പായുന്നത് കണ്ടില്ലേ. നിങ്ങൾ കുറച്ചു പേര് അങ്ങോട്ട് പോകും. അങ്ങോട്ട് പ്രയാസമോ? ഇതിലൂടെ കുട്ടി ഇതിപ്പോ ആറാമത്തെ പെൺകുഞ്ഞാ. ഇന്നും കുഞ്ഞിനെ കാണാൻ കഴിയുന്നുണ്ട്. പെൺകുഞ്ഞാണോ? അല്ലാതെ പിന്നെ ആൾക്കാർ നാലുപാടും അന്വേഷിച്ചു പോയിട്ടുണ്ടെന്നാ കേട്ടെ. ആൾക്കാർ പോയിട്ടൊന്നും കാര്യമില്ല. നാളെ വലിയ വീടിന്റെ ഉത്തരത്തിലോ അരക്കൊമ്പിലോ കാണാം. കുട്ടി ഇപ്പൊ എത്രാമത്തെയാ? ഇതൊന്നും ഇപ്പൊ വലിയ സംഭവമല്ലല്ലോ. അന്ന് വാളയാറിലെ 2 കുഞ്ഞുമക്കൾ, ഇന്നലെ ആലുവയിൽ, ഇന്നിപ്പോ ഇതാ ഇവിടെ. ഇതാ അമ്മയുടെ പിടിപ്പുകേടാ. തന്റെ കുഞ്ഞിനെ ഏർപ്പെടുത്താനല്ല, ചേർത്ത് പിടിക്കാനോ, സ്നേഹിക്കാനോ, ആഗ്രഹിക്കുന്നു.
കിഴക്കേലെ പ്ലാവിയിലെ ചെറുപൂയിലെ മാനം അമ്മേ. പുലരണ മുമ്പേ നീയുണരേ. വെട്ടം പാരത്തും ആദിത്യ ഭഗവാനെ വെയിലിന്റെ വാത്സല്യം ചൊരിയേ. പൂന്തടലിൽ ചെറുകാറ്റിവിടെയിരുന്നെഴുതാലോ പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ. പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ. പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ. പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ. എന്നെ ഭൂതം അമ്മയ്ക്ക് തിരികെ കൊടുത്തല്ലേ, പിന്നെ ഞാൻ എന്നെ വീണ്ടും ഭൂതത്തിന്റെ അടുത്ത് പറ പറ. കുഞ്ഞെ, ഞാൻ നിന്നെ തിരികെ കൊടുത്തതാണ്. പക്ഷേങ്കിൽ പൈതങ്ങളെ പൈതങ്ങളായി കാണാത്ത, നേരും നെറിയും തിരിച്ചറിയാൻ വയ്യാത്ത നരകകാലമാണിത്. ആലമ്പലതായി ചോർന്നത് കാണാണ്ടാളും പാഞ്ഞത് നേറാൻ നാടും താഴ്ന്നത്. അമ്മേ, എനിക്ക് പേടിയാവുന്നു. ഞാൻ അറിഞ്ഞില്ല ഭൂതമേ, നിന്റെ അടുക്കൽ നിന്ന് ഉണ്ണിയെ കൊണ്ടുവരുമ്പോ ഈ കഴുകന്മാരിൽ നിന്ന് അവളെ കാക്കാൻ ഈ കരങ്ങൾക്ക് കരുത്തില്ലെന്ന്. എനിക്ക് നിന്റെ സ്നേഹം കാണാൻ പറ്റിയില്ല. മാപ്പ് ഭൂതമേ, മാപ്പ് മാപ്പ്. ഭൂതത്തിന് മാപ്പ് വേണ്ട. എന്റെ ഉണ്ണിയെത്താ, അതുമല്ലെങ്കിൽ അവനെത്താ. ഉണ്ണിയെ കൊണ്ടുപോയ അവനെ, ഇരുട്ടിന് ചുറ്റിപ്പറ്റി കഴിയുന്ന ആ ഭീരുവിനെ
എനിക്ക് വേണം അവനെ. നിന്നെ പോലെ 1000 അമ്മമാരുടെ കണ്ണുനീർ വീഴാൻ കാരണക്കാരയ അവനെ വേണം ഭൂതത്തിന്. മാപ്പില്ല, മാപ്പ് കൊടുക്കില്ല ഭൂതം. ഈ കെട്ടകാലത്ത് എന്റെ കുഞ്ഞു വളരണ്ട. സ്വപ്നം കണ്ട് തുടങ്ങുന്ന കുഞ്ഞുങ്ങളെ ചൂഴ്ന്നെടുക്കുന്ന മനുഷ്യരാണ് ഇവിടെ. അതുകൊണ്ട് എന്റെ പൊന്നു മോളെ ഭൂതം തിരിച്ചു കൊണ്ടുപോയിക്കും. ഇനി ഒരിക്കലും എന്റെ ഈ അവസ്ഥ ഒരമ്മയ്ക്കും ഉണ്ടാകരുത്. അതുകൊണ്ട് വേഗം കൊണ്ടുപോക്കോ, എന്റെ മോളെ കൊണ്ടുപോക്കും. കണ്ടോ നാട്ടാരെ, കണ്ടോ എൻ നാട്ടാരെ, ഉണ്ണിയുടെ അമ്മയെ കാലമതിക്കാലെ കൂടെ പോയില്ലേ, തിരികെ വന്നപ്പോൾ കണ്ടില്ലോ. കഞ്ഞി കുടിക്കാണ്ട്, പഴം കഞ്ഞി കുടിക്കാണ്ട്, കാലം പുലർക്കാലെ പോയതാണേ. മേലെ കണ്ടത്തിൽ വിത്തേറിയാനായി നേരം പുലർക്കാലെ പോയതാണേ. ഉണ്ണികരയുന്നേ, പൊന്നുണ്ണികരയുന്നേ, എന്റെ പൂങ്കാവിലെങ്ങോ പോയി. ഉണ്ണികരയുന്നേ, പൊന്നുണ്ണികരയുന്നേ, എന്റെ പൂങ്കാവിലെങ്ങോ പോയി. എന്റെ പൂങ്കാവിലെങ്ങോ പോയി. എന്റെ പൂങ്കാവിലെങ്ങോ പോയി. ഒരു ഉറപ്പ് മാത്രം, നീ സുരക്ഷിതയാണെന്നുള്ള ഉറപ്പ്. ആ ഉറപ്പ് നിന്റെ അമ്മയിലേക്ക് എത്തിക്കും. പൂങ്കാവിലെങ്ങോ പോയി.